നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കനത്ത ചൂടും കുടിവെള്ളക്ഷാമവും നേരിടുന്ന ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കുന്നില്ലെന്ന ആക്ഷേപം. പൊതുകുളങ്ങളും ജലസ്രോതസ്സുകളും അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നുവെന്നും പരാതി. KSU ജില്ലാ ഭാരവാഹികൾക്കായുള്ള സംഘടനാ തിരഞ്ഞെടുപ്പ് DCC ഓഫീസിൽ നടന്നു. ഭാരവാഹി സ്ഥാനത്തേക്ക് ശക്തരായ വിദ്യാർത്ഥി നേതാക്കളെ നിർത്തി A ഗ്രൂപ്പും I ഗ്രൂപ്പും. മഞ്ചേശ്വരത്ത് പാസായ താലൂക്ക് കേന്ദ്രം മുപ്പളയിലെ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ട് ജനങ്ങൾ. പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ CPI മഞ്ചേശ്വരം കമ്മിറ്റി രംഗത്ത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സദാചാര ഗുണ്ടായിസത്തിനും വ്യക്തി സ്വാതന്ത്ര്യ നിഷേധത്തിനുമെതിരെ SFIയുടെ സ്നേഹ സദസ്സ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥികൾ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചും നാടൻ പാട്ടുപാടിയും പ്രതിഷേധിച്ചു. താളിപ്പടുപ്പ് മൈതാനത്ത് BMS സംഘടിപ്പിച്ച കബഡി ടൂർണമെന്റിന് സമാപനമായി. വാശിയേറിയ പോരാട്ടത്തിൽ ആധിപത്യം സ്ഥാപിച്ച് JK അക്കാദമി കാസർഗോഡ് വിജയിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരവും പരിസര പ്രദേശങ്ങളും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുമ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന ജില്ലാ കലക്ടറുടെ നിർദ്ദേശം പലയിടത്തും പാലിക്കുന്നില്ലെന്ന ആക്ഷേപം. ജില്ലയിൽ മിക്കയിടങ്ങളിലും സ്ത്രീകളും കുട്ടികളും കിലോമീറ്ററുകൾ താണ്ടിയാണ് കുടിവെള്ളം ശേഖരിക്കുന്നത്. നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും രൂക്ഷമായ വരൾച്ചയാണ് വരാനിരിക്കുന്നത് എന്ന മുന്നറിയിപ്പ് അധികൃതർ ഗൗരവത്തോടെ കണ്ടില്ലെന്നും കുടിവെള്ളക്ഷാമം നേരിടാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ കൈക്കൊള്ളേണ്ട നടപടികളിൽ വിമുഖത കാണിച്ചുവെന്നും സന്നദ്ധ സംഘടനകളും ആരോപിക്കുന്നു. ഇനിയും 2 മാസം കനത്ത ചൂട് തുടരുമെന്നാണ് അറിയിപ്പ്. ജില്ലയിലെ പല കോളനികളിലുമെത്തുന്ന ജലം അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും തികയുന്നില്ല എന്നതാണ് വാസ്തവം. ഈ നില തുടരുകയാണെങ്കിൽ ജില്ലയിലെ മലയോര മേഖലയിൽ നിന്നും പലായനം ചെയ്യേണ്ടി വരുമെന്ന ഭീതിയിലാണ് മിക്ക കുടുംബങ്ങളും. കാർഷികാവശ്യങ്ങൾക്കും മറ്റുമായി ഉപയോഗിക്കുന്ന അമിത ജലത്തിന്റെ അളവ് പരമാവധി കുറയ്ക്കണമെന്ന് കലക്ടറിന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പൊതുകുളങ്ങളും ജലസ്രോതസ്സുകളും അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു എന്നതും ഭീതി ഉളവാക്കുന്നു. മഴക്കാലമെത്താൻ ഇനിയും മാസങ്ങളുണ്ട്. കൊടും വരൾച്ചയും വേനൽച്ചൂടും താങ്ങാവുന്നതിലുമേറെയായി. കനത്ത ചൂടും കുടിവെള്ളക്ഷാമവും ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിലെ ജീവിതത്തെ നരകതുല്യമാക്കിയിരിക്കുകയാണ്. 2-3 കുഴൽക്കിണർ കുത്തിവാഴുന്ന നഗരത്തിലെ തമ്പുരാക്കന്മാർക്ക് കുടപിടിക്കുന്ന ഭരണാധികാരികൾ ഗ്രാമജീവിതത്തിന്റെ ധന്യത കൂടി മനസ്സിലാക്കിയാൽ നന്ന്. ന്യൂസ് ഡെസ്ക് KCN. KSU ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിനുള്ള സംഘടനാ തിരഞ്ഞെടുപ്പ് DCC ഓഫീസിൽ നടന്നു. ജില്ലയിൽ AI ഗ്രൂപ്പുകൾ പ്രത്യേകം സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് ഭാരവാഹി സ്ഥാനത്തേക്ക് മത്സരിച്ചത്. മാർച്ച് 25-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കമ്മിറ്റികളും പിരിച്ചുവിട്ടതിനെ തുടർന്നാണ് KSU സംഘടനാ ഭാരവാഹി സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. കാസർഗോഡ് DCC ഓഫീസിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ്, സെക്രട്ടറി, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കാണ് മത്സരം നടന്നത്. ഗ്രൂപ്പ് പോരാട്ടം സങ്കീർണമായ KSUവിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് A ഗ്രൂപ്പിൽ നിന്നും നോയൽ ടോമിൻ ജോസഫും I ഗ്രൂപ്പിൽ നിന്നും നവനീത് ചന്ദ്രനുമാണ് പത്രിക സമർപ്പിച്ചത്. ജില്ലയിലെ KSUവിലെ 166 സജീവാംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത്. AI ഗ്രൂപ്പുകൾ പ്രത്യേകം സ്ഥാനാർത്ഥികളെ നിർത്തി 3 പ്രധാന ഭാരവാഹി സ്ഥാനങ്ങളിലേക്കും മത്സരിക്കുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിലുള്ള സംഘടനാ തിരഞ്ഞെടുപ്പിലൂടെ സംഘടനയിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മുൻ KSU ജില്ലാ പ്രസിഡന്റ് VP പ്രദീപ് കുമാർ പറഞ്ഞു. കൃത്യമായ ഇടവേളക്കകത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായും പുതിയ തലമുറയ്ക്ക് കടന്നു വരുവാനും കമ്മിറ്റിക്കകത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം പുതിയ ആളുകൾക്ക്, പുതിയ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. തീർച്ചയായും സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആദ്യത്തെ 2 വർഷക്കാലം കൃത്യമായ ഇടവേളയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൃത്യമായി 2 വർഷത്തിന് ശേഷം രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടന്നു. പിന്നീട് സംഘടനയ്ക്കകത്തും കേരളത്തിനകത്ത് നടന്ന പല തെരഞ്ഞെടുപ്പുകളുടെയും ഭാഗമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നീണ്ടുപോവുകയാണ് ഉണ്ടായത്. തീർച്ചയായും കഴിഞ്ഞ 8 മാസക്കാലമായി കേരളത്തിനകത്ത് കമ്മിറ്റികളില്ല. ആ കമ്മിറ്റികളില്ല എന്നുള്ള പോരായ്മ പരിഹരിച്ചു ചെറിയ സമയത്തിനുള്ള തെരഞ്ഞെടുപ്പ് നടത്തുവാനും ഇന്നതിന് ആരംഭം കുറിക്കുവാനും സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. വിദ്യാർത്ഥികളുടെ നേതാവിനെ അവർ തന്നെ തിരഞ്ഞെടുക്കുക എന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഇത്തരം തിരഞ്ഞെടുപ്പുകൾ നൽകുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മൗവൽ KCN ന്യൂസിനോട് പറഞ്ഞു. പുതിയ തലമുറയെ ജനാധിപത്യത്തോട്, രാഷ്ട്രീയത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ രാഹുൽ ഗാന്ധിയുടെ ശ്രമമാണ്. ഏത് തരത്തിലുള്ള വിമർശനങ്ങൾ വന്നാലും അവരുടെ നേതാവിനെ അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു വലിയ സന്ദേശം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലേക്കുമുള്ള ഭാരവാഹി തിരഞ്ഞെടുപ്പ് 24-ന് പൂർത്തിയാകും. തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ വെച്ച് വോട്ടുകൾ എണ്ണുകയും 25-ന് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും.
താലൂക്ക് ഓഫീസ് പാസ്സായത് മഞ്ചേശ്വരത്ത്, പ്രവർത്തിക്കുന്നതാകട്ടെ ഉപ്പളയിലെ സ്വകാര്യ കെട്ടിടത്തിൽ. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപ്പളയിലേക്ക് നെട്ടോട്ടമോടുകയാണ് പൊതുജനങ്ങൾ. പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ് CPI മഞ്ചേശ്വരം കമ്മിറ്റി. സ്വന്തമായി താലൂക്ക് ഓഫീസ് ഇല്ലാത്തതിന്റെ ദുരിതമനുഭവിക്കുകയാണ് മഞ്ചേശ്വരത്തുകാർ. സർക്കാർ ഭൂമി ഉണ്ടായിട്ടും ഉപ്പളയിലെ സ്വകാര്യ കെട്ടിടത്തിലാണ് താലൂക്ക് ഓഫീസിന്റെ സ്ഥാനം. ഏതാവശ്യങ്ങൾക്കും ഉപ്പളയിലെ 3-ാം നില കെട്ടിടത്തിന്റെ പടി ചവിട്ടാനാണ് വൃദ്ധരും അംഗവൈകല്യം ബാധിച്ച ആൾക്കാരടക്കമുള്ളവരുടെ ദുർവിധി. 2014 മാർച്ച് 20-നാണ് ഉപ്പളയിൽ സ്വകാര്യ കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. 2-ാം നിലയിലുണ്ടായിരുന്ന ഓഫീസ് ഇപ്പോൾ 3-ാം നിലയിലേക്ക് മാറ്റാനുണ്ടായ കാരണം വാടക സംബന്ധിച്ച പ്രശ്നമാണെന്നാണ് അധികൃതർ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ 2 സെക്ഷനും മറ്റേ അപ്പുറത്തെ റൈറ്റ് സൈഡിലുള്ള സെക്ഷനിൽ അസൈൻമെൻറ്റും പിന്നെ ബിൽഡിംഗ് ടാക്സും പിന്നെ B സെക്ഷനും G സെക്ഷനും പിന്നെ സർട്ടിഫിക്കറ്റ് ഉള്ളത്. പിന്നെ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലുള്ളത് തഹസിൽദാറും അഡീഷണൽ തഹസിൽദാർ ബിൽഡിങ്ങും മറ്റേ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇലക്ഷൻ സെക്ഷനും പിന്നെ J സെക്ഷനും പിന്നെ റീസർവേ സെക്ഷനൊക്കെ ഇതിലുള്ളത്. ഇതിൽ പിന്നെ തട്ടിലുള്ളതുകൊണ്ട് ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് വയസ്സായ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ CMDRF വന്നു കഴിഞ്ഞാൽ ഒരു ചെക്ക് നമ്മൾ അവിടെ പോയി അവർക്ക് കൊടുക്കുന്നുണ്ട്, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. താലൂക്ക് ഓഫീസ് പാസ്സായപ്പോൾ മഞ്ചേശ്വരത്ത് ഓഫീസ് ആരംഭിക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ആ സന്ദർഭത്തിൽ ഉപ്പളയിൽ ഓഫീസ് ആരംഭിക്കണമെന്ന് വാശി പിടിച്ചവർ താലൂക്ക് ഓഫീസിന്റെ ഇന്നത്തെ അവസ്ഥയിൽ പ്രതികരിക്കാതെ മൗനം പാലിക്കുകയാണെന്നാണ് ആരോപണം. താലൂക്ക് ഓഫീസ് ഏത് സർക്കാർ ഓഫീസുകൾ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തിക്കണമെന്ന ഒരു നിയമമുണ്ട്. പക്ഷേ ഇവിടെ 2nd ഫ്ലോറിൽ പ്രവർത്തിക്കുന്നത് 40 സ്റ്റെപ്പ് കയറി വികലാംഗർ, വൃദ്ധർ, സ്ത്രീകൾ അങ്ങോട്ട് കയറേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു ലിഫ്റ്റ് സൗകര്യം പോലും ഏർപ്പെടുത്താതെ ഈ താലൂക്ക് ഓഫീസിനെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത് ശരിയല്ല. അതിന് ഉടനെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഒരു പേപ്പറിന് വേണ്ടി ആടെ പോകുമെന്ന് പറയുന്നു. 1-ാം നിലയിലുണ്ടെന്ന് പറഞ്ഞ് വന്നത്, ഇപ്പോൾ 2-ാം നില. ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടലാസും ശരിയായിട്ട് കിട്ടുന്നില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണമെങ്കിൽ മഞ്ചേശ്വരത്ത് താലൂക്ക് ഓഫീസ് വേണമെന്ന ആവശ്യമുന്നയിച്ച് CPI മഞ്ചേശ്വരം കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിൽ സർക്കാർ ഭൂമിയുണ്ടെന്നിരിക്കെ പൊതുജനങ്ങളെ ദുരിതത്തിലാക്കും വിധം അധികൃതർ എടുത്ത തീരുമാനത്തിന് മാറ്റമുണ്ടാകുമെന്നും താലൂക്ക് ഓഫീസ് മഞ്ചേശ്വരത്ത് തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സാംസ്കാരിക കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സദാചാര ഗുണ്ടായിസത്തിനും വ്യക്തി സ്വാതന്ത്ര്യ നിഷേധത്തിനുമെതിരെ SFI സ്നേഹ സദസ്സ് സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ വിദ്യാർത്ഥികൾ നാടൻപാട്ടുകൾ പാടിയും സാംസ്കാരിക പരിപാടികൾ നടത്തിയും പ്രതിഷേധിച്ചു. SFI സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക് C. തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആണും പെണ്ണും ഒന്നിച്ചു നടന്നാൽ അല്ലെങ്കിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ആർക്കാണ് ഖേദം? സാംസ്കാരിക കേരളത്തിലാണ് ഇത്തരത്തിൽ സദാചാര ഗുണ്ടകളും അവരുടെ തോന്നിവാസങ്ങൾ അംഗീകരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുമുള്ളത് എന്നത് അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. കോഴിക്കോട് നഗരത്തിലെ ഹോട്ടലിൽ അനാശാസ്യം ആരോപിച്ച് സദാചാര ഗുണ്ടകൾ ഹോട്ടലടിച്ചു തകർത്തതോടെ കേരളത്തിൽ സദാചാര ഗുണ്ടായിസത്തിൻ്റെ 2ാം ഘട്ടത്തിന് തുടക്കമിടുകയായിരുന്നു. നിലമ്പൂരും കഴിഞ്ഞ് ഒടുവിൽ കൊച്ചി മറൈൻ ഡ്രൈവിൽ ഒന്നിച്ചിരുന്ന യുവതിയുവാക്കൾക്ക് നേരെ സദാചാരക്കാർ ചൂരൽ പ്രയോഗവും നടത്തി. സദാചാര ഗുണ്ടായിസം സംസ്കാരത്തിൻ്റെ മൂടുപടമണിഞ്ഞാണ് ക്യാമ്പസുകളിലേക്ക് പ്രവേശിച്ചത്. കോഴിക്കോട് ഫാറൂഖ് കോളേജിലായിരുന്നു അതിന് തുടക്കമായത്. ക്യാമ്പസിൽ ആണിനും പെണ്ണിനും ഒന്നിച്ചിരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കാനുള്ള അധികൃതരുടെ നടപടികൾ അന്ന് ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന സദാചാര ഗുണ്ടായിസങ്ങൾക്കെതിരെയാണ് SFI ക്യാമ്പസുകളിൽ സ്നേഹ സദസ്സ് സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നാടൻ പാട്ടുകൾ പാടിയും ഒന്നിച്ചിരുന്ന് കുശലം പറഞ്ഞും വിദ്യാർത്ഥികൾ സദാചാരക്കാർക്കെതിരെ ആഞ്ഞടിച്ചു. വട്ടം കൂട്ടുന്നവർ പട്ടിണിക്കാർ, അച്ഛനളിയനും മംഗളമാരും അച്ഛനന്മാരും അങ്ങൊത്തുകൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുവാനും ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും ആണിനും പെണ്ണിനും ഒരുപോലെ സ്വപ്നം കാണുവാനൊക്കെ സാധിക്കുന്ന ഒരു സമൂഹം, അതാണ് ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. പ്രധാനമായിട്ടും നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ വസ്ത്രമായാലും നമ്മുടെ ആശയങ്ങളായാലും എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യാതൊരു വേർതിരിവുമില്ലാതെ പറഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ലക്ഷ്യം ഇതിലൂടെ ഞങ്ങൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഒത്തുചേർന്നിട്ടുള്ളത്. അസംതൃപ്തരായ ഒളിഞ്ഞുനോട്ടക്കാരുടെ സംഘനൃത്തമാണ് കേരളത്തിൽ നിന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒഴിവുവേളകളിലേക്കും ക്യാമ്പസുകളിലെ സൗഹൃദ കൂട്ടായ്മകളിലേക്കും ഇടവഴികളിലേക്കും മാത്രമല്ല
വീട്ടുമുറ്റങ്ങളിലേക്കും ചാടി വീഴാൻ തക്കം പാർത്തിരിക്കുന്ന സദാചാരക്കുപ്പായമിട്ട ഗുണ്ടകൾക്കുള്ള താക്കീത് കൂടിയാണ് ക്യാമ്പസുകളിലെ ഇത്തരം സ്നേഹസംഗമങ്ങൾ. ബീഫ് ഫെസ്റ്റ് നടത്തിയവർക്ക് പ്രമോഷനും ഗോപൂജ നടത്തിയവർക്ക് സസ്പെൻഷനും എന്നതാണ് പിണറായി സർക്കാരിൻ്റെ നിലപാടെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് മാർച്ച് 21-ന് സബ് ജയിലിലേക്ക് മാർച്ചും ജയിലിനു മുന്നിൽ ഗോപൂജയും നടത്തുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗോപൂജയെ വർഗീയമായി ചിത്രീകരിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും ചീമേനി തുറന്ന ജയിലിൽ ഗോപൂജ നടത്തിയതിന്റെ പേരിൽ ജയിൽ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്ത നടപടി അപലപനീയമാണെന്നും ബീഫ് ഫെസ്റ്റ് നടത്തിയവർക്ക് പ്രമോഷനും ഗോപൂജ നടത്തിയവർക്ക് സസ്പെൻഷനും എന്നതാണ് പിണറായി സർക്കാരിന്റെ നിലപാടെന്നും BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ആരോപിച്ചു. സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നടപടിയിൽ പ്രതിഷേധിച്ച് മാർച്ച് 21-ന് സബ് ജയിലിലേക്ക് മാർച്ചും ജയിലിന് മുന്നിൽ ഗോപൂജയും നടത്തുമെന്നും BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പശുവിനെ കൊല്ലുന്ന ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്തു വന്നിട്ടുള്ള ഈ നടപടി പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ വിഷയത്തിൽ BJP വളരെ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. BJPയും കാസർഗോഡ് ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന നിലയ്ക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള കാസർഗോഡ് സബ് ജയിലിലേക്ക് പ്രതിഷേധ മാർച്ചും അതുപോലെ തന്നെ പ്രതിഷേധം സൂചകമായിട്ട് ഞങ്ങൾ ജയിലിൻ്റെ മുമ്പിൽ കാസർഗോഡ് സബ് ജയിലിൻ്റെ മുമ്പിൽ ഗോപൂജ നടത്താനും തീരുമാനിച്ചിരിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, PR സുനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. BMS കാസർഗോഡ് മേഖലാ കമ്മിറ്റി P സുഹാസിന്റെ സ്മരണാർത്ഥം നടത്തിയ കബഡി ടൂർണമെന്റിന് സമാപനമായി. വാശിയേറിയ പോരാട്ടത്തിൽ 32ഓളം ടീമുകളെ പിന്തള്ളി JK അക്കാദമി കാസർഗോഡ് ജേതാക്കളായി. താളിപ്പടുപ്പ് മൈതാനിയിൽ നടന്ന ടൂർണമെന്റ് മംഗലാപുരം MP നളിൻ കുമാർ കട്ടീൽ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് അഡ്വക്കേറ്റ് P സുഹാസിന്റെ സ്മരണാർത്ഥം കാസർഗോഡ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച കബഡി മത്സരത്തിന് സമാപനമായി. കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിൽ നടന്ന ടൂർണമെന്റ് മംഗലാപുരം MP നളിൻ കുമാർ കട്ടീൽ ഉദ്ഘാടനം ചെയ്തു. ಒಬ್ಬರು ತನ್ನ ಜೀವನವನ್ನ, ತನ್ನ ಯೌವನವನ್ನ, ತನ್ನ ಪ್ರಾಣವನ್ನ, ತನ್ನ ದೇಹವನ್ನ ಪ್ರಾಣ ಕಣದಲ್ಲೂ ರಾಷ್ಟ್ರ ಮಾತೆಗೆ ಅರ್ಪಿತವಾಗಿ ಬದುಕನ್ನು ಕಂಡುವುದರ ಮುಖಾಂತರ ಈ ರಾಷ್ಟ್ರದ ಶ್ರೇಷ್ಠವಾಗಿರ್ತಕ್ಕಂಥ ಚಿಂತನೆ, ಕಾರ್ಮಿಕರ ಬದುಕನ್ನು ಹಸನು ಮಾಡಬೇಕನ್ನತಕ್ಕಂಥ ರಾಷ್ಟ್ರೀಯ ಚಿಂತನೆ ಮುಖಾಂತರ ಭಾರತೀಯ ಮಜ್ದೂರ್ ಸಂಘವನ್ನು ಕಟ್ಟಿ ಬೆಳೆಸಿರ್ತಕ್ಕಂಥ ಧೀಮಂತ ನಾಯಕರಾಗಿರ್ತಕ್ಕಂಥ ದತ್ತೋಪಂತ ಠೆಂಗಡಿಯವರಿಗೆ ಸ್ಮರಣೆಯನ್ನು ಅರ್ಪಣೆ ಮಾಡತಕ್ಕಂಥ ದಿನ. ಎರಡನೇದು, ಸಂಘದ ಕಾರ್ಯಕರ್ತನಾಗಿ ಬೆಳೆದು ಮಣ್ಣಿನಲ್ಲಿ ಆಟವನ್ನು ಆಡ್ತಾ ಧರ್ಮ ರಾಷ್ಟ್ರದ ಚಿಂತನೆಗೋಸ್ಕರ ತನ್ನ ಜೀವನವನ್ನು ಬಲಿದಾನ ಮಾಡಿರ್ತಕ್ಕಂಥ ಸುಹಾಸ್ ಅಡ್ವೊಕೇಟ್ನ ಆತ್ಮಕ್ಕೆ ಪ್ರಾಣಕ್ಕೆ ಚಿರಾಂಜಲಿಯನ್ನು ಅರ್ಪಣೆ ಮಾಡತಕ್ಕಂಥ ದಿನ. ദിനേശ് മടപ്പുര അധ്യക്ഷത വഹിച്ചു. 32ഓളം ടീമുകൾ പങ്കെടുത്ത വാശിയേറിയ മത്സരത്തിൽ മറ്റു ടീമുകളെ പിന്തള്ളി JK അക്കാദമി കാസർഗോഡ് വിജയം കരസ്ഥമാക്കി. അൽവാസ് മുടബദ്രെ റണ്ണറപ്പായി. അർജുന അച്ചേരിയും CTS കുതിരപ്പാടിയും മറ്റ് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ചടങ്ങിൽ MP രാജീവൻ, അഡ്വക്കേറ്റ് P മുരളീധരൻ, KA ശ്രീനിവാസൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. മുസ്ലിം ലീഗിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളിലും വിരോധമുണ്ടാക്കി കേരളത്തിൽ ഫാസിസ്റ്റ് നയം കൊണ്ടുവരാൻ വിധത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് PA പൗരൻ മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്തരിച്ച SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഹമ്മദ് അഫ്സലിനെ അനുസ്മരിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധ കൂട്ടായ്മ ആരംഭിച്ചത്. MSF പ്രവർത്തകന്റെയും നേതാക്കളെയും സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കേസെടുക്കുക, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് ടൗൺ സ്റ്റേഷനിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും വിരോധമുണ്ടാക്കി കേരളത്തിൽ ഫാസിസ്റ്റ് നയം കൊണ്ടുവരാൻ തക്കത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാക്കി, അവർ തമ്മിൽ വിരോധമുണ്ടാക്കി, അടി അല്ലെങ്കിൽ അതേമാതിരിയുള്ള പോലീസിന്റെ ഭാഗത്തുള്ള ഭീകരവാഴ്ചകൾ ഉണ്ടാക്കിയതിനു ശേഷം കേരളത്തെ ഫാസിസ്റ്റ് ഭരണകൂടം അല്ലെങ്കിൽ BJP ഉൾക്കൊള്ളുന്ന ഒരു ഫാസിസ്റ്റ് മുന്നണിക്ക് കേരളത്തെ തീരെഴുതി കൊടുക്കുവാനുള്ള ഒരു നയം സംജാതമായിട്ടുണ്ട്. അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന രൂപത്തിലുള്ള സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് എടനീർ അധ്യക്ഷത വഹിച്ചു. TD കബീർ, NA നെല്ലിക്കുന്നം MLA, C മുഹമ്മദ് കുഞ്ഞി, MA നജീബ് തുടങ്ങിയവർ സംബന്ധിച്ചു.
മുന്നാട് പീപ്പിൾസ് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെയും ലൈബ്രറിയുടെയും ഉദ്ഘാടനം മാർച്ച് 22-ന് നടക്കും. WFTU വൈസ് പ്രസിഡന്റ് AK പത്മനാഭൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുന്നാട് പീപ്പിൾസ് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ദശവാർഷികത്തോടനുബന്ധിച്ച് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ 150ാം ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായി പണിത കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 22-ന് സംഘടിപ്പിക്കുമെന്നും ടാഗോർ സ്മാരക ബ്ലോക്കിന്റെയും ലൈബ്രറിയുടെയും ഉദ്ഘാടനം WFTU വൈസ് പ്രസിഡന്റ് AK പത്മനാഭൻ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ P. രാഘവൻ, സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിന്റെ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. വിവിധ കലാപരിപാടികളോടുകൂടി നടക്കുന്ന ഉത്സവത്തിന് ബ്രഹ്മശ്രീ ഉച്ചില പത്മനാഭ തന്ത്രികളാണ് കാർമ്മികത്വം വഹിക്കുന്നത്. വാർഷികോത്സവത്തിന് മാർച്ച് 23-ന് സമാപനമാകും. അതിപ്രശസ്തവും പുരാതനവുമായ കാസർഗോഡ് ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. മാർച്ച് 19-ന് ആരംഭിച്ച വാർഷികോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് അരങ്ങേറിയത്. ഗണപതി ഹോമത്തോടെ ആരംഭിച്ച വാർഷികോത്സവത്തിന് ശേഷം പ്രത്യേക പ്രാർത്ഥനയും കൊടിയേറ്റവും നടന്നു. ബ്രഹ്മശ്രീ ഉച്ചില പത്മനാഭ തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത്. മഹാപൂജയും അന്നദാനവും ഇതോടനുബന്ധിച്ച് നടന്നു. വാർഷികോത്സവത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഭജനയും പ്രത്യേക പൂജകളും നടക്കും. മാർച്ച് 23-ന് ഉത്സവത്തിന് സമാപനമാകും. മിയാപദവ് കേരള മുസ്ലിം ജമാഅത്ത് SYS SSF താജുൽ ഉലമ സൗദം നാടിന് സമർപ്പിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സൗദത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്തരിച്ച മൂസാകുഞ്ഞി മുക്രിയുടെ സ്മരണാർത്ഥം നിർമ്മിച്ച താജുൽ ഉലമ സൗദം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. മുർസലീങ്ങളാണ്. അതിൽ നിന്നും പ്രധാനികളായ 5 ഉലുൽ അസ്മ ആണ്. അവർക്കെല്ലാവർക്കും നേതാവായി, അഖില ലോക ചരാചരങ്ങൾക്ക് നേതാവായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചടങ്ങിൽ കോയമത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ കെട്ടിടത്തിന്റെ മേൽനോട്ടം വഹിച്ച മുക്രി ബഷീർ ബജ്ജങ്ങളെ ആദരിച്ചു. അഹമ്മദ് ജലാലുദ്ദീൻ, KP ഹുസൈൻ സാദി, ബായാർത്തങ്ങൾ, അർഷാദ് വർക്കാടി, അബ്ദുൽ ഖാദർ മദനി, ഫസൽ കോയമത്തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ പാഠപുസ്തകങ്ങളില്ലാതെ വിദ്യാർത്ഥികൾ പ്രയാസപ്പെടില്ല. 4 മാസം മുമ്പേ തന്നെ വിദ്യാലയങ്ങളിൽ പാഠപുസ്തകങ്ങൾ എത്തി. വിദ്യാഭ്യാസ വകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പാഠപുസ്തകങ്ങൾ ഇത്ര നേരത്തെ എത്തുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ പാഠപുസ്തകങ്ങൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിൻ്റെ 4 മാസം മുമ്പ് വിദ്യാലയങ്ങളിലെത്തിയത്. പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് എത്താത്തതിൽ കഴിഞ്ഞ അധ്യയന വർഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും വലിയ പഴി കേട്ടിരുന്നു. ഈ സാഹചര്യം അടുത്ത അധ്യയന വർഷത്തിൽ ഉണ്ടാകരുതെന്നും വിദ്യാർത്ഥികൾ പാഠപുസ്തകം ലഭിക്കാതെ പ്രയാസപ്പെടരുതെന്നുമുള്ള നിലപാടെടുത്തതോടെയാണ് പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തിയത്. നിലവിൽ 9-10 ക്ലാസ്സുകളിലെ എല്ലാ പുസ്തകങ്ങളും എത്തിക്കഴിഞ്ഞു. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളും എത്തിയിട്ടുണ്ട്. എന്നാൽ ഇവ പൂർണ്ണമല്ല. ബാക്കി വാർഷിക പരീക്ഷ അവസാനിക്കുന്നതിന് മുമ്പേ എത്തിച്ചേരും എന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തിയത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഏറെ ആഹ്ലാദത്തിലാക്കിയിട്ടുണ്ട്. അവധിക്കാല ക്ലാസ്സുകൾക്കും കുട്ടികൾക്ക് വായിച്ചു നോക്കാനും ഇത് ഉപകരിക്കും. ഈ സന്തോഷം വിദ്യാർത്ഥികൾ മറച്ചുവെക്കുന്നില്ല. കഴിഞ്ഞ വർഷം പുസ്തകം വളരെ വൈകിയാണ് കിട്ടിയത്. അവിടെ പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറേ 2-3 മാസം മുമ്പ് നേരത്തെ ഇട്ടിട്ട് അടുത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. പഠനത്തിൽ അല്പം പിറകിലായ കുട്ടികളെ അടുത്ത SLC പരീക്ഷ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റാൻ പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തിയത് വഴിവെക്കും. ഇപ്രാവശ്യം പുസ്തകം നേരത്തെ കിട്ടിയതിൽ അടുത്ത അക്കാഡമിക് ഇയറിൽ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പുസ്തകം നേരത്തെ കിട്ടിയതിൽ കേരള ഗവൺമെന്റിനും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത അധ്യയന വർഷത്തിൽ പാഠപുസ്തകം ലഭിക്കാതെ പ്രയാസം അനുഭവിക്കേണ്ടി വരില്ലെന്ന സന്തോഷമാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. ഇതിന് വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കും കുട്ടികൾ നന്ദി പറയുകയാണ്. ജില്ലയിൽ വെള്ളീച്ചയുടെ ആക്രമണം രൂക്ഷമാകുന്നു. കാർഷിക വിളകൾക്ക് കനത്ത നാശം. പ്രതിരോധ പ്രവർത്തനം എങ്ങനെ നടത്തണമെന്നറിയാതെ കർഷകർ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഉൾപ്പെടെ കാർഷിക വിളകൾ വെള്ളീച്ചയുടെ ആക്രമണം രൂക്ഷമാണ്.
ജില്ലയിൽ വ്യാപകമായി കർഷകർ കടുത്ത പ്രയാസമാണ് ഇതുമൂലം അനുഭവിക്കുന്നത്. തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയവയിലാണ് വെള്ളീച്ചയുടെ ശല്യം രൂക്ഷം. കാർഷിക വിളകൾ പൂർണ്ണമായും കരിഞ്ഞുണങ്ങി നശിക്കുന്നതാണ് രീതി. ഇത് കാരണം വെള്ളീച്ചയുടെ ആക്രമണമുണ്ടായാൽ കാർഷിക വിളകൾ പൂർണ്ണമായും നശിച്ചുപോകുമെന്ന് ഉറപ്പ്. 2004 അടുത്ത കാലത്ത് കേരളത്തിൽ വെള്ളീച്ചയുടെ ആക്രമണം ഉണ്ടായത്. ഇത് അധികകാലം ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ 4 മാസത്തിലധികമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വെള്ളീച്ചയുടെ ശല്യം രൂക്ഷമാണ്. തെങ്ങിൻ്റെ ഓല നശിപ്പിക്കുന്നൊരു സ്ഥിതിവിശേഷം ഈ പ്രാവശ്യം കൂടുതലായിട്ട് നമ്മുടെ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. പൊതുവായിട്ട് എല്ലാ തെങ്ങുകൾക്കും അത് ബാധിച്ചിട്ടുണ്ട്. പിന്നെ തെങ്ങിൻ്റെ ഓല അടിഭാഗത്താണ് ഇതുണ്ടാവുന്നത്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കറുത്ത നിറം കരി പോലുള്ള ഒരു സ്വഭാവം ഇപ്പോൾ ഈ ഓലക്കിൽ നീരിൽ ഊറ്റി കുടിച്ചിട്ട് തെങ്ങ് ഉണങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത്. തെങ്ങിൻ്റെ ഓലൊക്കെ ഇപ്പോൾ താണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ കാലം ഇങ്ങനെ പോയാൽ ഈ നാട്ടിൽ തെങ്ങ് കൃഷിയൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് തോന്നുന്നത്. ഇലകൾക്കിടയിൽ മുട്ടയിട്ട് പെരുകുന്ന വെള്ളീച്ച ഇലയുടെ നീരൂറ്റി കുടിക്കുന്നതോടെ ഇലകൾക്ക് കറുപ്പ് നിറം വരികയും പിന്നീട് കരിഞ്ഞുണങ്ങുന്നതുമാണ് രീതി. വെള്ളീച്ചയെ ചെറുക്കാൻ കർഷകർക്ക് ഫലപ്രദമായ മാർഗം പറഞ്ഞു കൊടുക്കാൻ കാർഷിക മേഖലയിലെ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുമില്ല. ചില പൊടിക്കൈകൾ പ്രയോഗിക്കാനാണ് കർഷകർക്ക് ലഭിക്കുന്ന നിർദ്ദേശം. നിശ്ചിത അളവിൽ വേപ്പെണ്ണയും സോപ്പ് ലായനിയും കലർത്തിയ മിശ്രിതമോ കഞ്ഞിവെള്ളമോ മൈദ കലർത്തിയ വെള്ളമോ രോഗം ബാധിച്ച വൃക്ഷങ്ങളുടെ ഇലകളിൽ തെളിയിക്കാനാണ് അധികൃതരുടെ നിർദ്ദേശം. തെങ്ങടക്കമുള്ള വൻവൃക്ഷങ്ങളിൽ ഇത് എങ്ങനെ സാധ്യമാകും എന്നാണ് കർഷകരുടെ ആശങ്ക. കടുത്ത ചൂടിൽ കാർഷിക വിളകൾ ഉണങ്ങി നശിക്കുന്നതിനൊപ്പം വെള്ളീച്ചയുടെ ആക്രമണവും കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. മഴ പെയ്താൽ ഇതിന് ചെറിയ പരിഹാരം ഉണ്ടാകും എന്നാണ് അധികൃതരുടെ വിശദീകരണം. പ്രീ പ്രൈമറി ടീച്ചേഴ്സിനെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് DEO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രീ പ്രൈമറി ടീച്ചേഴ്സിനെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക, മിനിമം വേതനം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച പരിപാടികളിൽ കേരള മിഷന്റെ 5ാമത്തെ ഇനമായിട്ട് ഈ പരിപാടി ഉൾച്ചേർത്തിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ രംഗത്ത് വ്യാപാര താല്പര്യത്തോടു കൂടി കടന്നു വന്നിട്ടുള്ള സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന പല രീതിയിലുള്ള പ്രവണതകളും ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വരുന്നു. ജില്ലാ പ്രസിഡന്റ് M. ശ്രുതി അധ്യക്ഷയായി. VV പ്രസന്നകുമാരി, KV സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PV ഗീത സ്വാഗതവും KV ശൈലജ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത ചൂടും കുടിവെള്ളക്ഷാമവും നേരിടുന്ന ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കുന്നില്ലെന്ന ആക്ഷേപം. പൊതുകുളങ്ങളും ജലസ്രോതസ്സുകളും അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നുവെന്നും പരാതി. KSU ജില്ലാ ഭാരവാഹികൾക്കായുള്ള സംഘടനാ തിരഞ്ഞെടുപ്പ് DCC ഓഫീസിൽ നടന്നു. ഭാരവാഹി സ്ഥാനത്തേക്ക് ശക്തരായ വിദ്യാർത്ഥി നേതാക്കളെ നിർത്തി A ഗ്രൂപ്പും I ഗ്രൂപ്പും. മഞ്ചേശ്വരത്ത് പാസായ താലൂക്ക് കേന്ദ്രം മുപ്പളയിലെ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ട് ജനങ്ങൾ. പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ CPI മഞ്ചേശ്വരം കമ്മിറ്റി രംഗത്ത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സദാചാര ഗുണ്ടായിസത്തിനും വ്യക്തി സ്വാതന്ത്ര്യ നിഷേധത്തിനുമെതിരെ SFIയുടെ സ്നേഹ സദസ്സ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥികൾ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചും നാടൻ പാട്ടുപാടിയും പ്രതിഷേധിച്ചു. താളിപ്പടുപ്പ് മൈതാനത്ത് BMS സംഘടിപ്പിച്ച കബഡി ടൂർണമെന്റിന് സമാപനമായി. വാശിയേറിയ പോരാട്ടത്തിൽ ആധിപത്യം സ്ഥാപിച്ച് JK അക്കാദമി കാസർഗോഡ് വിജയിച്ചു. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.